വളരെയധികം വിഷമത്തോടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇളമ്പയിലാണ്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട സോണി എസ് കുമാർ എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ വീടിന് മുന്നിലാണ് ഞാനുള്ളത്. നമ്മളെല്ലാവരും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ജീവൻ പോലും പണയം വെച്ചാണ് പല സമയങ്ങളിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ നമുക്ക് വേണ്ടി രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നത്. ആ ഒരു സമയത്ത് ചെറിയ അശ്രദ്ധ പോലും അവരുടെ അടക്കം ജീവൻ ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നൊരു മുന്നറിയിപ്പും കൂടിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന സംഭവം നമുക്ക് തരുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഇവിടുത്തെ മെമ്പർ കൂടി ചേരുന്നുണ്ട്. ചേച്ചി, ഈ സോണി എസ് കുമാർ പൊതുവെ എങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു? എല്ലാവരോടും അടുപ്പവും സ്നേഹവും പങ്കുവെക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും എല്ലാവരുമായിട്ടും വളരെ അടുപ്പമുള്ള ഉദ്യോഗസ്ഥനാണ്. ഇവിടെ താമസമായിട്ട് 4 വർഷത്തിനധികമായിട്ടുണ്ട്. മോളാണ് ഹൃദയ, മോളുടെ പേര്. വൈഫ് അശ്വതി, നാവായിക്കുളം ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറാണ് അശ്വതി. അവർ രണ്ടുപേരും കുഞ്ഞുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ആൾക്കാരുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ളതാണ് സോണി. ആർക്കിപ്പോൾ എന്താവശ്യം വന്നാലും സോണി വളരെ പരോപകാരിയാണ്. എല്ലാവരുടെയും ഇവിടെ HS ജംഗ്ഷൻ, എളമ്പ സ്കൂളിൻ്റെ ജംഗ്ഷനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി ആൾക്കാർക്ക് വേദന ഉണ്ടാക്കിയ സംഭവമാണ്. പിന്നെ ഫയർ റെസ്ക്യൂ ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിന് തന്നെ, നമ്മുടെ പട്ടാളക്കാരെ ഓർക്കുന്നത് പോലെ തന്നെയാണ്. അവർ ചെയ്യുന്ന ജോലി വളരെ സാഹസികമാണ്. അവർ ചെയ്യുന്ന ജോലി, അപ്പോൾ അവരെ കാണുന്നതും എല്ലാവരും അത്രയും ആദരവോടുകൂടിയാണ് കാണുന്നത്. പിന്നെ കുടുംബം വളരെ വേണ്ടപ്പെട്ട കുടുംബമാണ്. ദുഃഖത്തിൽ അഗാധമായി ഞാൻ ദുഃഖം രേഖപ്പെടുത്തുന്നു. അപ്പോൾ അമ്മയ്ക്കായാലും അച്ഛനായാലും വളരെയധികം വേദനയാണ്. പ്രത്യേകിച്ച് ഞാനും ഒരമ്മയാണ്, എനിക്കും ആൺകുട്ടികളുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിനകത്ത് ഭയങ്കരമായിട്ട് നമുക്കത് വേദനിക്കും. നമ്മുടെ ഈ കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും ഒരു മോനും ഒരു മോളുമാണ്. അപ്പോൾ അവരുടെ ദുഃഖം എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ സങ്കടമാണ്, ഓർക്കുമ്പോൾ സങ്കടമാണ്. നാടിൻ്റെ തന്നെ ദുഃഖമാണ്. ഒരു പ്രദേശത്തിന് എപ്പോഴും നമുക്ക് ഒരു അപകടം വരുമ്പോൾ ഓടി വിളിക്കാൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ തൊട്ടടുത്ത് സോണിയെ പോലെ ഉണ്ടെന്ന് പറയുന്നത് ആ നാടിന് തന്നെ വളരെയധികം അഭിമാനത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ ആ നാടിന് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് വളരെ വിഷമം തന്നെയാണ്. ഒരു നാടിനെ തന്നെ നഷ്ടം തന്നെയാണ്. 4 മണിയോടെ ഭൗതിക ശരീരം എവിടെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എന്തെല്ലാം 3 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോഡി സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥലത്തെ ഏകദേശമുള്ള രാഷ്ട്രീയ പ്രവർത്തകരെല്ലാവരും ഉണ്ടാവും. MLA-മാർ 2 പേരും, ആറ്റിങ്ങൽ MLA-യും ചെറിയങ്ങേരി MLA-യും പലതവണ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഇവിടെ വേണ്ട കാര്യങ്ങളിലെല്ലാം സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ 3 മണിയാകുമ്പോൾ തന്നെ എല്ലാ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരും എത്തും. പിന്നെ ഇവിടെ നിന്നുള്ള ഒത്തിരി സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഹോസ്പിറ്റലിൽ കൂടെ ഉണ്ട്. അതാണ് ഞാൻ രാവിലെ തന്നെ ഇങ്ങ് വന്നത്. അത് തന്നെയാണ്, മനുഷ്യർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്ന ആൾക്കാരാണ് ഈ പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമെല്ലാം. അപ്പോൾ അവരുടെ കൂടി സുരക്ഷ മുൻനിർത്തി ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അശ്രദ്ധമായി അതിനരികെ പോയി നിന്ന് കാഴ്ച കാണാതിരിക്കുക. എന്തായാലും ഇന്ന് വൈകുന്നേരം 3 മണിയോടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഈ വീട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് വിട നൽകാൻ നാടും സുഹൃത്തുക്കളും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും വളരെയധികം വിഷമമുണ്ട്. കാരണം 3 വയസ്സ് മാത്രമുള്ള മകളാണ് അദ്ദേഹത്തിനുള്ളത്. ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരേണ്ട ദിവസമാണ്. ആ ദിവസമാണ് അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം ഈ വീട്ടിലേക്ക് എത്തുന്നത്.